ആചാര്യയുടെ കോമ്പൗണ്ടിലേക്ക് സാവധാനം ഇരച്ചെത്തുകയായിരുന്നു. ആ വൈറ്റ് ഓടി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ കണ്ണിലെ ഗ്ലാസ് ചൂണ്ടുവിരൽ കൊണ്ട് താഴ്ത്തി നക്ഷത്ര ആചാര്യയിലെ പൗഡിയിലേക്ക് കൺകുളിരിക്കെ നോക്കി. തൊട്ടടുത്തിരുന്ന് ചോക്ലേറ്റ് ഫ്ലവേഴ്സ് ഒടുങ്ങി പോക്കറ്റ് എടുത്ത് നക്ഷത്രം ഡോർ തുറന്നു പുറത്തേക്കിറങ്ങി മെല്ലെ മുന്നിലേക്ക് നടന്നു. ഫ്രണ്ട് സൈഡിൽ ആരെയും കാണുന്നില്ലെങ്കിൽ തന്നെ അകത്ത് നല്ലൊരു ബഹളം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനെ വെല്ലയാതെ അവള് നേരെ നടന്നു. അകത്ത് ഹൻഷു ഇന്ദ്ര ഓടി നടക്കുന്നുണ്ട്. കിച്ചണിൽ മറ്റാരുടെയോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഹലോ. കൈ രണ്ടും മുന്നിൽ കോർത്തു പിടിച്ച് നക്ഷത്രം രണ്ടാളുടെ ശ്രദ്ധ ആകർഷിച്ചു. ഹൻഷു ഇന്ദ്ര ശബ്ദം കേട്ട് അവിടേക്ക് നോക്കുകയും ചെയ്തു. നക്ഷത്രയെ കണ്ടത് ഹൻഷു കയ്യിലുണ്ടായിരുന്ന ബലൂൺസ് അവിടെ ഇട്ടുകൊണ്ട് അവളുടെ അരികിലേക്ക് ഓടിയെത്തി. ഹായ് ചേച്ചി. ഹൻഷു അവൾ സന്തോഷത്തോടെ ഹഗ് ചെയ്തു. നക്ഷത്ര തിരികെ ഞാൻ ചേച്ചിയെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. എന്താ വൈകിയത്? അവളുടെ കൈയും പിടിച്ച് സോഫയിൽ വന്നിരുന്നോണ്ട് ഹൻഷു ചോദിച്ചു. ട്രാഫിക് ആയിരുന്നടാ, ഒന്നും അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നക്ഷത്ര ചിരിച്ചു. ഇവള് വെയിറ്റ് ചെയ്യുന്നതൊക്കെ വെറുതെ പറയുന്നതാ. നക്ഷത്ര ഇതൊക്കെ വിശ്വസിച്ചോ? ഇന്ദ്രൻ ഹൻഷുവിനെ നോക്കി പരിഹസിച്ചു. നക്ഷത്രം അത് കേട്ട് ചിരിക്കുന്നത് കണ്ട് അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. എനിവേ എവിടെ നമ്മുടെ ബർത്ത്ഡേ പോയി? ചുറ്റും കണ്ണോടിച്ചോണ്ട് നക്ഷത്ര തിരക്കിയത്. റൂമിലുണ്ട്, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഹൻഷു എഴുന്നേറ്റിട്ട് നക്ഷത്ര അവളുടെ കൈ പിടിച്ചു. വേണ്ടടാ, നിങ്ങളുടെ ജോലി നടക്കട്ടെ, ഞാൻ പോവാം നക്ഷത്ര പറഞ്ഞു. ഹൻഷു സമ്മതം എന്നോണം തലയാട്ടി. നക്ഷത്ര സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുന്നത് കണ്ട് ഹൻഷു ഇന്ദ്രന്റെ മുന്നിലേക്ക് ചാടി വീണു. ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കത്തിട്ട, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കാണുമ്പോ തനിക്ക് ഇത്തിരി ഷോ കൂടുതലാ. ചൂണ്ടുവരില്ലേ അവന്റെ കണ്ണിന് നേരെ ചൂണ്ടി അവൾ കളിച്ചത്. ഇന്ദ്ര ആ കൈ പിടിച്ച് പിന്നിലേക്ക് തിരിച്ചു. അതിൽ നിനക്കെന്താ? അവളെ നെഞ്ചിലേക്ക് അമർത്തിക്കൊണ്ട് അവൻ ചോദിച്ചത്. എല്ലാം കൊണ്ട് അവളുടെ വായടങ്ങി. പുരോഗമനമുണ്ട്, പെട്ടെന്ന് അവള് പറഞ്ഞു. അവളെ സൂക്ഷിച്ചു നോക്കി. ഹൻഷു തന്റെ നെഞ്ചിലേക്ക് കണ്ണു കാണിച്ചപ്പോഴാ അവന്റെ നെഞ്ചോട് അവളുടെ മാറുകൾ മുട്ടി നിൽക്കുന്നു. അവൻ അറിയുന്നത് തന്നെ. വൃത്തികിട്ടവള്. അവൻ അവളെ വലിച്ചു മാറ്റി കൂർപ്പിച്ചു നോക്കി. ഹൻഷു ചിരി അടക്കി അവന്റെ അരികിൽ പറ്റിച്ചേർന്ന് നിന്നു. അതേസമയം യാഷിന്റെ റൂമിന് മുന്നിലെത്തിയ നക്ഷത്രം ചാരിയിട്ട് ഡോർ മെല്ലെ തുറന്നു അകത്തേക്ക് തലയിട്ടു. വാർഡ്രോബ് മിററിന് മുന്നിൽ തിരിഞ്ഞു നിൽക്കുന്നത് അവൾ കണ്ടിരുന്നു. ഹലോ മിസ്റ്റർ യാഷ് ആചാര്യ. ഡോറിന് വിരൽ തട്ടിക്കൊണ്ട് അവൾ വിളിച്ചു. പരിചിതമായ ശബ്ദം കേട്ടതുകൊണ്ട് അവൻ വെട്ടിത്തിരിഞ്ഞ് അവൾ നോക്കി. നച്ചു. അവന്റെ കണ്ണുകൾ അത്യധികം സന്തോഷത്തോടെ വിടർന്നു പോയി. വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. കയ്യിലുള്ള പൊക്കറ്റ് അവന് നേരെ അവൾ നീട്ടിയതു. അത് കയ്യിൽ വാങ്ങിക്കൊണ്ട് യാഷ് അവളെ തിരികെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു. താങ്ക് യു ഡിയർ. നീ വരുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല നച്ചു. പുണർന്നു നിന്ന് അവരെ പരസ്പരം അകന്നു മാറിയപ്പോൾ യാഷ് അവളെ അത്ഭുതത്തോട് നോക്കുക തന്നെയായിരുന്നു. വരാൻ കഴിയില്ലെന്ന് തന്നെ ഞാനും കരുതിയത്. പക്ഷെ എന്റെ ഒരു ദിവസത്തിന് കുറച്ച് സമയം നിനക്ക് വേണ്ടി മാറ്റിവെക്കാതിരുന്ന അത് മോശമാവില്ലേ? നക്ഷത്രം അവന്റെ മുടിയിൽ വിരല് കടത്തി കുസൃതിയോട് പറഞ്ഞു. യു ആർ സോ സ്വീറ്റ്. അതേ കുസൃതിയോട് തിരിച്ചു യാഷ് അവളുടെ കവളി പിടിച്ചു വലിച്ചു. നീ വാ ഇരിക്കി. യാഷ് ബെഡിലേക്ക് വിരൽ ചൂണ്ടി കാണിച്ചു. നക്ഷത്രം ആ വെയിറ്റ് ബെഡിൽ വന്നിരുന്നു. യാഷ് ചിരിച്ചുകൊണ്ട് വീണ്ടും മിററിന് മുന്നിലേക്ക് നീങ്ങിയപ്പോൾ നക്ഷത്രം അവന് വീക്ഷിക്കുകയായിരുന്നു. അവളുടെ മനസ്സ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയെങ്കിലും വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടുകൂടിയാണ് അവൻ നടന്നിരുന്നത്. എങ്കിലും ചില സമയങ്ങളിലൊക്കെ അവൻ ബാലൻസ് സെറ്റ് വീഴ്ന്നിരുന്നു. പതിയെ മരുന്നുകളോടും ഫിസിയോതെറാപ്പി ഒരു ഭാഗത്തോട് നടക്കുന്നുണ്ടായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞ് അവൻ പൂർണ്ണമായി ഓക്കെ. എങ്കിലും ഇപ്പോഴും അവന്റെ മുഖത്ത് കൈകളിലൊക്കെ മുറിവുകളും കരിഞ്ഞ പാടുകൾ അവശേഷിച്ചിരുന്നു. യാഷ് റെഡിയായതിനു ശേഷം നക്ഷത്ര കൊണ്ടുവന്ന ബുക്കറ്റിൽ നിന്ന് ഒരു ചോക്ലേറ്റ് വാപ്പറയിച്ച് വായിലേക്ക് വെച്ച് മറ്റൊരെണ്ണം എടുത്ത് നക്ഷത്രക്ക് നീട്ടി. ഹേ നോ, ഐ ഡോണ്ട് ലൈക്ക് ചോക്ലേറ്റ്. നക്ഷത്ര പിന്നിലേക്കാണ് കൈകൊണ്ട് അവനെ വിലക്കി. യാഷിന്റെ മുഖം അവളുടെ മറുപടിയിൽ ഒടുന്നനെ ഒന്നും മാറി. അതവൻ താൻ നീട്ടിയ ചോക്ലേറ്റ് നിരസിച്ചതുകൊണ്ട് മറ്റൊന്നുമല്ല. യു നോ വിയർ ഐ ലവ് ചോക്ലേറ്റ്. ഓഹോ, എന്റെ ബേബി ഗേൾ ഒരു ചോക്ലേറ്റ് ലവർ ആണല്ലോ. യാഷിന്റെ ഉപബോധ മനസ്സ് അറിയാതെ അവളിലേക്ക് തന്നെ പോയി. അത് മനസ്സിലാക്കിയതെന്ന് പോലെ നക്ഷത്രം എഴുന്നേറ്റ് വന്നു
അവന്റെ തോളിൽ കൈവച്ചു. യാഷ്, എന്തുപറ്റി? ഹിരൺമയുടെ ഓർമ്മ വിടാതെ പിന്തുടരുന്നുണ്ടല്ലേ? നക്ഷത്ര ശാന്തമായി ചോദിച്ചു. അതവൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് സംശയിക്കാതിരുന്നില്ല അവൻ. അത് പിന്നെ നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് അവളെ ഓർമ്മ വന്നു. യുനോ, ഷീസ് എ ഹെവി ചോക്ലേറ്റ് ലവർ. യാഷിന്റെ വാക്കുകൾ കേൾക്കി നക്ഷത്ര അവനെ ഉറ്റുനോക്കി. അത് കണ്ടത് യാഷ് മുഖം വെട്ടിച്ചു അവൾ നോക്കിച്ചിരിച്ചു. ഹേയ്, ജസ്റ്റ് ലീവ് ഇറ്റ്. നമുക്ക് താഴേക്ക് പോകണ്ടേ? നക്ഷത്രയെ ചേർത്ത് പിടിച്ചു യാഷ് ചോദിച്ചു. അവൾ പുഞ്ചിരിയോട് കണ്ണു ചിമ്മി. അവൾക്കൊപ്പം സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോ ഹൻഷു, ഇന്ദറും സരു എല്ലാവരും കൈകൾ പരസ്പരം കൊട്ടി മാറി മാറി ബർത്ത്ഡേ വിഷ് പാടുന്നുണ്ടായിരുന്നു. വലിയ ആഡംബരമാക്കിയില്ലെങ്കിൽ വളരെ ഭംഗിയിൽ തന്നെ ലിവിംഗ് ഹാൾ ഡെക്കറേറ്റ് ചെയ്തിരുന്നു. തന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം യാഷ് കേക്ക് കെട്ടിയത് ആദ്യം സരുവിന് കൊടുത്തു. അതിനുശേഷം നക്ഷത്രയ്ക്കുൾപ്പെടെ എല്ലാവർക്കും. പിന്നീട് ഹാൾ പാട്ടും ഡാൻസുമായിട്ട് എല്ലാവരും ഒത്തുകൂടി. യാഷ് നക്ഷത്രം ഒപ്പം ചേർന്ന് അതിനൊപ്പം ചുവടുകൾ വെച്ചു. ചുറ്റും പുഞ്ചിരിച്ചു നിന്നവരുടെ കൂട്ടത്തിൽ വിഷാദ മുഖത്തോടെ നിന്ന ഒരാളുണ്ടായിരുന്നു, മൈത്രി. സമയം രാത്രി ഏറെയായി. അപ്പാർട്ട്മെന്റിലെ മൈയുടെ റൂമിൽ നിന്ന് നോക്കിയാൽ മുംബൈ സിറ്റിയിൽ ഒരു പ്രധാന ഭാഗത്തിന്റെ കാണാമായിരുന്നു. ഏതു പാതിരാത്രി പ്രകാശം ചൊരിയുന്ന ആ സിറ്റി റോഡിനൊപ്പം വിജനമാണ്. അതേ ശൂന്യത തന്നെയായിരുന്നു ജനാലക്കരികിലിരുന്ന മൈക്ക്. വിൻഡോയുടെ വിചാരിയിൽ തല താങ്ങി വെച്ച് അവള് കയ്യിലെ ഫോണിലേക്ക് മിഴികൾ നട്ടു. ഇൻസ്റ്റഗ്രാമിൽ യാഷ് ആചാര്യ എന്ന അക്കൗണ്ടിൽ നിന്ന് ഷെയർ ചെയ്തിരിക്കുന്ന ഒരുപാട് ഫോട്ടോസ് ഇന്ദറിനൊപ്പം അൻഷുവിനൊപ്പം ചേർന്നുണ്ട്. എന്നാൽ അതിനൊന്നും ശ്രദ്ധ കൊടുക്കാതെ മൈത്ത് എഴുതിയ നക്ഷത്രയായിരുന്നു. അവൾക്കൊപ്പമുള്ള ചിത്രം സെപ്പറേറ്റ് ആയിട്ട് അവൻ പോസ്റ്റ് ചെയ്തിരുന്നു. നക്ഷത്രയുടെ ഇടത് തോളി കൈവച്ച് അവളുടെ വലത് തോളി താടി കുത്തി ഭംഗിയോടെ പുഞ്ചിരിച്ചുകൊണ്ടവൻ യു മെയ്ഡ് മൈ ഡേ, താങ്ക് യു നച്ചു എന്ന ക്യാപ്ഷനോടെ മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി അടർന്നു വീണു. ഇന്ന് വീറിന്റെ ബർത്ത്ഡേ ആണെന്ന് അവൾക്കറിയാമായിരുന്നു. അവൻ അടുത്തില്ലെങ്കിലും മനസ്സുകൊണ്ട് അവനെ വിഷ് ചെയ്തിരുന്നു. അവൻ അടുത്തേണ്ടത് പോലെയായിരുന്നു അവൾക്ക്. പ്രത്യേകിച്ച് ഭവ്യ അടുത്തില്ലാത്തപ്പോ. ഭവ്യ അതെങ്ങാനും കണ്ട് തനിക്ക് ഭ്രാന്താണെന്ന് പറയും. തനിക്കാണെങ്കിൽ ചില സമയം ഒറ്റയ്ക്ക് ഇരിക്കണം, വീറിന്റെ ലോകത്ത് ജീവിക്കണം, അവനടുത്തുള്ളതുപോലെ പെരുമാറണം. അതുകൊണ്ടാ വാശി പിടിച്ചൊരൊറ്റയ്ക്ക് ഒരു റൂം പിടിച്ചെടുത്തത്. ഈ അവസ്ഥയിൽ തന്നെ ഒറ്റക്കെടുത്താൻ അവൾക്ക് പേടിയാണ്. എങ്കിലും തന്റെ വാശിക്ക് മുന്നിൽ അവൾക്കത് സമ്മതിച്ചേ പറ്റൂ. കംഫർട്ട് കഴുത്തിലൂടെ പൊതിച്ച് തണുപ്പിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മൈ തന്റെ ചെറുതായി വീർത്ത വയൽ മതി വരാതെ തലോടി. നീ ഓർക്കുന്നില്ലേ വീറന്നെ, നിന്റെ കുഞ്ഞ എന്റെ വയറ്റിലുള്ളത് നിനക്കറിയില്ലേ? ഇവനെ കുറിച്ച് ആലോചിക്കാത്ത എന്താ വീർന്നേ? അവള് വീണ്ടും സ്ക്രീനിലേക്ക് നോക്കി. നക്ഷത്രയെ കാണും തോറും അവൾക്ക് സങ്കടം ഇരട്ടിച്ചു. ബാക്കപ്പ് അടിച്ച് അവൾ ഫോൺ ഓഫ് ചെയ്തു ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. ഒന്നും വെറുതെ പറഞ്ഞതല്ല, നീ എന്നെ കബളിപ്പിക്കാൻ പറഞ്ഞതല്ല. നക്ഷത്രയെ നീ ആഗ്രഹിക്കുന്നു അല്ലേ? 3 മാസം കഴിഞ്ഞു. ഓരോ ദിവസം കഴിയുന്തോറും പ്രതീക്ഷ നീ വരുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഇല്ല, നീ ഇപ്പോ നക്ഷത്ര എന്ന ലോകത്താണ്. നീ പറഞ്ഞതുപോലെ നിന്റെ ഈ 2ാം ജന്മത്തിൽ ഹിരൺമയ്ക്ക് സ്ഥാനമില്ലല്ലോ. മൈ വെറുതെ ചിരിച്ചു. 1000 നൊമ്പരം അവളുടെ ഹേഴ്സൽ ബ്രൗൺ കണ്ണുകളുടെ ആഴക്കടലിൽ തെളിഞ്ഞിരുന്നു. ഹർജിത് സിംഗിന്റെ സ്വരമാധുര്യത്തിൽ യാഷിന് ലയിച്ചു പോയിരുന്നു. ഇവയുടെ വരികളുടെ ചില ഭാഗങ്ങൾ കേട്ടിരുന്നു. ഇതൊരു പ്രണയഗാനമെന്നാണ് അവനെ ആദ്യം വിചാരിച്ചിരുന്നത്. എന്ന സങ്കടകരമായ വികാരം ഹൃദയവേദനയുമാണ് ഭൂരിഭാഗം ഗാനത്തിൽ അലയടിച്ചിരിക്കുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. അതാ അവന്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കാൻ ആ ഗാനത്തിന് കഴിഞ്ഞിട്ട്. മെയിൻ ബാൽക്കണിയിലേക്ക് വന്നതും മൈത്രി കാണുന്നത് ഈ കാഴ്ചയാണ്. കാലുകൾ നീട്ടിവെച്ച് തലയ്ക്ക് കീഴിൽ 2 കൈയും വെച്ച് ആകാശത്തേക്ക് കണ്ണു ചുമ്മാതെ നോക്കി കിടക്കുന്നവനെ. യാഷ് മൈത്രി അവനെ വിളിച്ചെങ്കിൽ കാതിന്റെ ഇയർപോഡിന്റെ സാന്നിധ്യം അവനത് കേട്ടതുപോലുമില്ല. മൈത്രി മുന്നോട്ടേക്ക് വന്ന് അവന്റെ തോളിലൊന്ന് തട്ടി. യാഷ് പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. പുറകിൽ മൈത്രി നിൽക്കുന്നത് കണ്ട് അവൻ പെട്ടെന്ന് കാലുകൾ നേരെയിട്ടു. സോറി ഏട്ടത്തി, ഞാൻ കണ്ടില്ല. ഒരുപാട് നേരമായി വന്നിട്ട്. മൊബൈലിൽ മ്യൂസിക് ഓഫ് ചെയ്ത് ഇയർപോഡ് മാറ്റി അവൻ അവളെ നോക്കി. ഇല്ല, ഡിന്നറിന് സമയമായല്ലോ. നിന്നെ കാണാത്തോണ്ട് വിളിക്കാൻ വന്നതാ ഞാൻ. അവന്റെ മുഖത്തേക്ക് നോക്കാതെ കൈവിരലുകളിലേക്ക് നോക്കി അവൾ സംസാരിച്ചു. അവളുടെ ഈ അലസഭാവം അവൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു.
ഞാൻ വന്നോളാം ഏട്ടത്തി. അവൻ സീറ്റിൽ നിന്ന് എഴുതിട്ടു. ശരി. മൈത്രി തിരിഞ്ഞടന്നു. ഏട്ടത്തി. പെട്ടെന്ന് യാഷ അവളെ പുറകിന്ന് വിളിച്ചു. അങ്ങനെയൊന്നും അവള് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുകയും ചെയ്തു. എന്താ? ഏട്ടത്തിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഭാവമാറ്റം ഒന്നും കൂടാതെ നെഞ്ചിൽ കൈ പിണച്ചു വെച്ച് അവൻ ചോദിക്കുമ്പോൾ മൈത്രി തല നിഷേധാർത്ഥത്തിൽ ആട്ടിക്കൊണ്ടിരുന്നു. എന്താ നിനക്കങ്ങനെ തോന്നാൻ? അവള് ചോദിച്ചു. എനിക്കെന്തോ ഏട്ടത്തിയുടെ പെരുമാറ്റത്തിൽ നിന്ന് റോങ് ആയിട്ട് തോന്നി, അതാ ചോദിച്ചത്. യാഷ ആശ്വാസത്തോട് ചിരിച്ചു. എനിക്ക് നിന്നോട് ദേഷ്യമില്ല പേര്, പകരം മയ്യോർത്തുള്ള സങ്കടം മാത്രമാണ്. നിന്നെ നക്ഷത്രയുടെ കൂടെ കാണുന്ന ഓരോ നിമിഷം ഞാൻ മയ്യെ ഓർക്കുക. പറയണമെന്ന് കരുതിയതല്ലെങ്കിൽ അവൾക്കതിന് കഴിഞ്ഞില്ല. മൈത്രി ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് തുടർന്നു. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് നിന്നോട് സംസാരിക്കുന്നില്ല യാഷ്. ചിലപ്പോ എന്റെ വാക്കുകൾ അത് നിനക്ക് ഞാൻ അവളെ കൂടുതൽ ന്യായീകരിക്കുന്നതായി തോന്നാം. കാരണം ഞാൻ അവളുടെ ചേച്ചിയല്ലേ. മൈത്രി നിറഞ്ഞ കണ്ണുകൾ ചിമ്മി വെറുതെ പുഞ്ചിരിച്ചു. പിന്നെ പതിയെ തിരിഞ്ഞെടുന്നു. യാഷ് അവൾ പോയ വഴി കുറച്ചു നിമിഷം നോക്കി നിന്നതിന് ശേഷം തിരിഞ്ഞ റൈലിംഗിൽ കൈകൾ ഊന്നി അന്ധകാരത്തിലേക്ക് നോട്ടുവിട്ടു. ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ എത്തിയ ഹർഷൻ താഴെ മൈത്രയും പീലയും കാണാതെ ചുറ്റും ഒന്ന് നോക്കി. സോഫയിലിരുന്ന് പഠിക്കുന്ന ഹൻഷുവിനെ കണ്ടപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു. ആഹാ, അത്ഭുതമാണല്ലോ ഇത്. ഹർഷൻ അവളുടെ തലയിൽ തഴുകി. എന്ത്? ഹൻഷു മനസ്സിലാവാതെ ചോദിച്ചു. അല്ല, ഇരുന്ന് പഠിക്കുന്നത് കണ്ടപ്പോ ചോദിച്ചതാ. അവൻ പറഞ്ഞു. ഒന്ന് പോയട്ടാ. ഹൻഷു ചിണുങ്ങിക്കൊണ്ട് അവന്റെ കൈ പിടിച്ചു മാറ്റി. പീലി എവിടെ? അവൻ ചോദിച്ചു. റൂമിലുണ്ട്. ഏട്ടത്തി എവിടെയുണ്ട്? അവൻ ചോദിക്കുന്നതിന് മുന്നേ മൈത്രിയുടെ കാര്യം പറഞ്ഞത്. ഹർഷ കുസൃതിയോടെ അവളെ കവളി പിടിച്ചു വലിച്ചു. സ്റ്റെത്തും കോട്ടും വലങ്കയിൽ കോർത്തിട്ട് ഇടം കൈകൊണ്ട് ഷർട്ടിന്റെ ബട്ടൺ സഹിച്ചു തുടങ്ങിക്കൊണ്ട് അവൻ സ്റ്റെയർ കയറി റൂമിന് മുന്നിലെത്തിയത്. തുറന്നു കിടക്കുന്ന ഡോറ് കഴിഞ്ഞ് അകത്തേക്ക് കയറി അവൻ ബെഡിലിരിക്കുന്ന പീലി ആദ്യം കാണുന്നത്. എന്ന ഇര കാലും എഴുന്നേറ്റ് നിന്നു. ബെഡിന്റെ ഏറ്റവും വക്കത്ത് നിൽക്കുകയായിരുന്നു അവള്. ഹർഷന്റെ നെഞ്ചി തീ കാണി. പീലി! അവൻ വെപ്രാളത്തോടെ അവിടെ കൂടി വന്ന് കുഞ്ഞിനെ പൊക്കിയെടുത്തു. അവളുടെ തലയിൽ കയ്യിലുമെല്ലാം മാറി മാറി തലോടാൻ തുടങ്ങി. കുഞ്ഞിനെ ഇവിടെ തടിച്ചാക്കിയിട്ട് ഇത്രയേ ഇതിവിടെ പോയി. അവന്റെ കണ്ണിൽ നിമിഷ നേരം കൊണ്ട് തന്നെ ദേഷ്യമായി. അവൻ മുറിയിൽ മിഴികളെ വെട്ടിച്ചിട്ട് അവളെ തിരക്കി. കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ തനിച്ചു വിട്ടത് ഹർഷൻ അവരോട് ദേഷ്യം തോന്നുക തന്നെ ചെയ്തു. ഇത്രയാ! റൂമ് കുലുങ്ങുമാറി ഒച്ചത്തിൽ അവൻ വിളിച്ചത്. ബാൽക്കണിയിൽ നിന്ന് ഒരു നിഴലനക്കത്തിന് പിന്നാലെ മൈത്രി അവിടെ നിന്ന് പാഞ്ഞെത്തിയിരുന്നു. അവന്റെ അത്ര ഒരു വിളിയിൽ അവൾ പേടിച്ചു പോയിരുന്നു. എന്ത് സമർത്ഥ? അവൾ പീലിയെ സമർത്ഥനെ മാറി മാറി നോക്കി. മോളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തി നീ ബാൽക്കണിയിൽ എന്തെടുക്കുമായിരുന്നു ഇത്രയാ? രോക്ഷത്തോടെ അവളുടെ അരികിലേക്ക് ചോദ്യം വെച്ച. അപ്പൊ വിളിച്ചിരുന്നു. മിസ് ഡോളോണിയെ തിരിച്ചു വിളിക്കുകയായിരുന്നു. കയ്യിൽ പിടിച്ച് മൊബൈൽ ഉയർത്തി കാട്ടി അവള് മറുപടി നൽകി. ഫോൺ വിളിക്കാനാണെങ്കിൽ ഇവിടുന്ന് പറ്റില്ലേ നിനക്ക്? ഞാൻ ഇവിടെ വരുമ്പോ മോളിതേ ഈ ബെഡിന്റെ സൈഡിൽ നിൽക്കുമായിരുന്നു. ഞാനൊരു നിമിഷം വൈകിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? താഴെ വീണ് കൊച്ചിനെന്തെങ്കിലും സംഭവിച്ചെങ്കിൽ നീ എന്ത് സമാധാനം പറയും? അവൻ അവളെ തുറച്ചു നോക്കി. അയ്യോ! മൈത്രി ഞെട്ടലോടെ വായി കൈവച്ചു. പിന്നെ മുന്നിലേക്ക് വന്നു അവന്റെ കയ്യിൽ നിന്ന് പീലിയെ വാങ്ങിയെടുത്തിരുന്നു. ഞാൻ കണ്ടില്ല സമർത്ഥ്. മോള് ഇവിടെ ഇരുന്ന് കളിക്കുന്നത് കണ്ടിട്ടാ ഞാൻ പോയത്. ഞാൻ അറിഞ്ഞില്ല. അറിയില്ല അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഇടയായി നിനക്ക് ഇവളുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ല. ഇവളുടെ കാര്യത്തിലെന്നല്ല, എന്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയാ. അവന്റെ വാക്കുകളിലെ കണ്ടു അവന്റെ മുഖത്തും പ്രത്യക്ഷമായിരുന്നു. മൈത്രി അവനെ അരുതെന്ന ഭാവത്തിൽ നോക്കി. ഛേ! ഹർഷ് അവളിന്ന് മുഖം തിരിച്ച് മാറി നിന്നു. മൈത്രി പീലിയെ ചേർത്ത് പിടിച്ച് തല കുലിച്ചു നിന്നു. ആദ്യമായിട്ടാണ് പീലിയുടെ പേരിൽ വഴക്ക് കേൾക്കുന്നത്. അത് അവളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞു അവൾക്ക് അതിയായ സങ്കടം തോന്നി. വേദനകൾക്ക് പുറമെ വീണ്ടും വീണ്ടും വേദന നിറയുന്നത് പോലെ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സ് കൊടുത്ത് ഹർഷ വാഷ്റൂമിലേക്ക് കയറി ഷവറിന് കീഴിൽ നിൽക്കുമ്പോഴാണ് അവന്റെ മനസ്സും ശരീരവും ശാന്തമായത്. കുറച്ചു മുമ്പ് മൈത്രിയെ വഴക്ക് പറഞ്ഞു അവൻ അവനോട് തന്നെ നീരസം തോന്നി. പെട്ടെന്നുണ്ടായ ടെൻഷനിൽ പറഞ്ഞു പോയതാ. ഈയിടെന്നല്ല, കഴിഞ്ഞ 3 മാസമായിട്ട് അവൾ ഇങ്ങനെയാ. പഴയ മൈത്രിയുടെ മനസ്സല്ല അവൾക്കിപ്പോ. ഒരു വിഷാദ മനസ്സിനുടമയാണ് അവൾക്ക്. അതിന് പിന്നിൽ 1000 കാരണങ്ങളുണ്ടെന്ന് അറിഞ്ഞിട്ടും ദേഷ്യപ്പെട്ടത് മോശമായിപ്പോയി. പീച്ച് കളർ ടീഷർട്ട് 3/4 ധരിച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങുമ്പോൾ മൈത്രി ബെഡിലിരിക്കുന്നതാ അവൻ കാണുന്നത്. വീണ്ടും ബെഡിലിരുന്ന് കളിക്കുന്ന പീലിയെ നോക്കി ശില പോലെ ഇരിക്കുന്നവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിയുന്നത് കണ്ട്
ഹർഷ നിശ്ചലമായി. തുടരും.